നമ്മളൊരു വീട് പണിത് കൊടുക്കുമ്പം അത് ന്യായമായിട്ട് നല്ല രീതിയിൽ പണിയാനല്ലേ നോക്കത്തുള്ളൂ. പക്ഷെ അതും ദുരന്തത്തിൽ പെട്ടവർക്ക് അല്ലെ, ഒരുപാട് വിഷമിച്ചും വേദന തിന്നും നടക്കുകയാണ്. അപ്പൊ അവർക്ക് വാഗ്ദാനം നൽകി, അവർക്ക് പുതിയൊരു ടൗൺഷിപ്പ് റെഡിയാക്കി കുറെ വീടുകൾ പണിത് കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകി. അവസാനം 778 കോടി രൂപയോളം സർക്കാർ സമാഹരിച്ച് വീട് പണിത് കൊടുക്കുകയാണ്. ആർക്കാണ്? വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിച്ച് ആ സ്ഥലവും വീടും എല്ലാം പോയ ആൾക്കാർക്ക്. നമുക്കറിയാം, ആ ഒരു അപകടത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. അതിനുശേഷം ബാക്കി കുറെ കുടുംബാംഗങ്ങൾ വീടും സ്ഥലവും ഇല്ലാതിരുന്നിടത്ത് സർക്കാർ അവരെ സംരക്ഷിച്ചോളാൻ നേറ്റു. 778 കോടി രൂപയോളം ഫണ്ട് പിരിവ് കിട്ടി. അതിനുശേഷം വീട് പണിയുകയാണ് ടൗൺഷിപ്പ് എടുത്ത്. പക്ഷേ മെയ് 2026 മെയ് 20 താക്കോൽദാനം നൽകുമെന്ന് പറഞ്ഞ് വീട് പണി ആരംഭിച്ചു. വീട് പണിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ആരംഭിച്ചു. പക്ഷെ പണിതെടുത്ത വീടുകൾക്കൊക്കെ വിള്ളല്. എല്ലാ വീടുകൾക്കുമല്ല, ചില വീടുകൾക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിസ്സംഗഭാവം? ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. സർക്കാരിന്റെ ടൗൺഷിപ്പിൽ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന വീടുകളിൽ വിള്ളൽ. ആദ്യഘട്ടത്തിൽ കൈമാറുന്ന 178 വീടുകളിലെ 2 വീടുകൾക്കാണ് വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ടൗൺഷിപ്പ് ഈ മാസവും താമസയോഗ്യമാകില്ല. നിർമ്മാണം വൈകുന്നതിൽ ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾക്കായി ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതർ 3 ആഴ്ച കൂടിയ സമയം നീട്ടിച്ചോദിക്കും. മെയ് 20 എല്ലാ വീടും പൂർത്തിയാക്കുമെന്നാണ് പുതിയ വാഗ്ദാനം. ദീപക് മോഹനും VS രഞ്ജിത്തും വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വീരവാദങ്ങൾ മാത്രമാണ് ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. 178 വീടുകൾ കൈമാറിയില്ലേ, എന്നിട്ടും നിങ്ങൾ എന്താണ് കുറ്റം പറയുന്നത് എന്നാണല്ലോ മാധ്യമങ്ങളോട് ചോദിച്ചിരുന്നത്. ഈ 178 വീടുകൾ കൈമാറിയില്ല എന്ന് മാത്രമല്ല, ഉണ്ടാക്കിയ വീടുകളിലെ വിള്ളലടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദീപക് ഇപ്പോൾ ഇവിടെ കാണാനാകുന്നത്? സ്മൃതി, ഇന്നലെ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇവിടുത്തെ ടൗൺഷിപ്പിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. 178 വീടുകൾ, അതായത് എല്ലാം നഷ്ടപ്പെട്ട സോൺ 1 ഉൾപ്പെടുന്ന 178 വീടുകളുടെ ഉദ്ഘാടനം മാർച്ച് 1 മുഖ്യമന്ത്രി നിർവഹിച്ചു. അതിനുശേഷം താക്കോൽ കൈമാറ്റം ഉണ്ടാകുമെന്ന് അറിയിച്ചു. പട്ടയം നൽകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വീടുകളുടെ നിർമ്മാണം, ഫേസ് 1 വീടുകളുടെ നിർമ്മാണം ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ഇന്നലെ ദുരന്തബാധിതരുടെ പ്രതികരണം അടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് സർക്കാർ ഉത്തരവാദിത്തത്തോടുകൂടി ഊരാളുങ്കൽ എന്ന് പറയുന്ന കമ്പനിയെ ഏൽപ്പിച്ചു. അവരവരുടെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചില പാളിച്ചകളൊക്കെ സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ? എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ കൃത്യം ഉത്തരവാദിത്തത്തോടുകൂടി ഏൽപ്പിച്ചതല്ലേ ഇത്? ശരിക്കും ഇത്രയും വീടുകൾ ഒന്നിച്ച് പണിയുമ്പോൾ പണിക്കാരുടെ നിസ്സംഗഭാവമായിരിക്കാം, അല്ലെങ്കിൽ എളുപ്പം പറഞ്ഞ ഡേറ്റിൽ തന്നെ വീടുകൾ ചെയ്ത് തീർത്തു കൊടുക്കാനുള്ള ആ ഒരു ധൃതിയിൽ സംഭവിക്കുന്നതായിരിക്കും. എന്തായാലും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. വിമർശനങ്ങൾ ഒരുപാട് ഉണ്ടാകും, പക്ഷെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഒരു 100 വീട് അല്ലെങ്കിൽ 200 വീട് ഇന്ന ഡേറ്റിൽ തീർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ ചിലപ്പോൾ ഒരു 100 വീട് മാക്സിമം തീർന്നിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 150 വീടേ ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കി 50 വീട് പെൻഡിങ് ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അത്രയും വീടുകൾ പണിതിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ബാക്കി വീടുകൾ പണിത് തരുമെന്നറിയാം. അതിന് ഓടിക്കൂടി 10 പേര് തല്ലിയ പാമ്പ് ചാകത്തില്ലെന്ന് പറയുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല. സർക്കാർ ഏൽപ്പിച്ച ആളുകൾ പണിത ആ ഒരു വീടുകൾക്ക് വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പണി ചെയ്ത കോൺട്രാക്ടർക്കും ഏറ്റ കോൺട്രാക്ടർക്കും പണിക്കാരുടെയും കുഴപ്പമാണ്. അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇടുന്നതിലുണ്ടായ, അല്ലെങ്കിൽ ഇത്രയ്ക്കൊക്കെ മതി എന്നുള്ള ആ ഒരു തീരുമാനം കൊണ്ട് ആയിരിക്കാം. പക്ഷെ അങ്ങനെ തീരുമാനിക്കാനും പറ്റുമോന്ന് അറിയത്തില്ല. ഈ പാവങ്ങളെ എങ്ങനെ പറ്റിക്കുമോ എന്നും അറിയത്തില്ല. പാവപ്പെട്ട കുറെ ജനങ്ങളാണല്ലോ. അവരെ ഒരുപാട് ദുരിതം അനുഭവിച്ചു മനസ്സും ശരീരവും തളർന്നിരിക്കുന്ന അവർക്ക് സർക്കാർ നൽകിയ അല്ലെങ്കിൽ വാഗ്ദാനമാണ് വീട് പണിത് കൊടുക്കാം. ശരി, ഫണ്ട് പിരിവ് നടത്തി, സ്ഥലമെടുത്തു, വീട് പണിയുന്നു. വീട് പണിയുമ്പോൾ നന്നായിട്ട് പണിത് കൊടുക്കുക. അതിനകത്ത് അതാണ് ചെയ്യേണ്ടത്. നമ്മളെ കർത്തവ്യം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തത്തോടു കൂടി അത് പണിത് അവസാനം അത് നല്ല രീതിയിൽ വീട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ദുരിതം ഉണ്ടായി ചത്തു കിടക്കുന്നവരുടെ മനസ്സിന് ചെറിയൊരു ആശ്വാസം കിട്ടും. ആ ഒരു കാര്യം ആണ് ചെയ്യേണ്ടത്. നമ്മളൊരു ഉത്തരവാദിത്തത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അതിന്റെ എന്താ സംഭവിച്ചത് ഇവിടെ? ഇനി ഒരു ചേട്ടന്റെ വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. ഒരാളിങ്ങനെ പറഞ്ഞിട്ട് ശരിയാണ്, കുറച്ച് ലീക്കുള്ള ഒരു ഏരിയയാണ് ഞങ്ങൾ കണ്ട്. അതിനുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റെഡിയാക്കി തരുന്നതെന്ന് അവർ പറയുന്നത്. പരിഹരിക്കുന്ന പറഞ്ഞത്. ഡോറിന്റെ കാര്യം കാണിച്ചു കൊടുത്ത് ഡോറ് സൈഡൊക്കെ പൊട്ടിക്കണേ, അപ്പോൾ ഡോറ് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോർച്ച വന്നപ്പോൾ ഭയങ്കര ഒരു ആശങ്ക. കാരണം എപ്പോഴും ആശങ്ക മാറിയിട്ടൊന്നുമില്ല. കാരണം ആ കിനിവ് ഇപ്പോഴും ആ നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അത് കാണാം. ആ ഒരു ആശങ്ക, അത് മാറണവരൊരു ആശങ്ക തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീട് നിർമ്മിക്കുമ്പോൾ ഊരാളുങ്കൽ പറഞ്ഞ തുകയ്ക്കാണ് സർക്കാർ കരാറിന് തയ്യാറായത്. അതായത്
ഒരു വീടിന് 26,95,000 രൂപയാണ് ചിലവ്. അപ്പോൾ 26,95,000 രൂപ എന്തിനു കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം മികച്ച നിലവാരത്തിലുള്ള നിർമ്മാണമെന്നാണ് മന്ത്രി കെ രാജൻ അടക്കം പറഞ്ഞത്. ഭൂമി കുലുങ്ങിയാലും കുലുങ്ങാത്ത വീടായിരിക്കും എന്നാണ് മന്ത്രി കെ രാജൻ നമ്മളോടൊക്കെ തന്നെ വ്യക്തമാക്കിയത്. ഊരാളുങ്കലിനെ വിശ്വസിച്ചർപ്പിച്ച പണിയാണ്. അതിൽ 178 ഒരു വീട്ടിലാണ് ഗുരുതരമായ ഈ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അത് ഒറ്റപ്പെട്ടതാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും നൗഫലിന്റെ ആശങ്ക വളരെ പ്രസക്തമാണ്. റോബിൻ എനിക്ക് ഉറപ്പുണ്ട് ഇത് പരിഹരിച്ചു കൊടുക്കും. അത് പരിഹരിച്ചു കൊടുത്തില്ല ശരിയാകത്തില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്ത ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും ഇത് പരിഹരിച്ചു കൊടുക്കുമെന്ന് അറിയാം. നമുക്കൊരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇത്രയും സങ്കടത്തോടുകൂടി ഇരിക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് നമ്മളൊരു നല്ല കാര്യം ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോൾ അത് അവർ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. മാത്രമല്ല വിമർശനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകാം. പക്ഷേ ആ വിമർശിക്കാനിരിക്കുന്നവർക്കും എന്താ പറയാ ഒരു നെല്ലിട പോലും വിട്ടുകൊടുക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആരും തലയ്ക്ക് കയറത്തില്ല. പക്ഷെ ഇതിപ്പം എന്താ സംഭവിച്ചേ? പണിത് കൊടുത്ത വീടിന് വിള്ളല്, പുതിയ വീടല്ലേ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു വീടൊക്കെ പണിത് കൊടുത്തതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അതും പോരായ്മയാണ്. എങ്കിലും അത് എന്താ പറയാ ഒരു പോരായ്മയും കൂടാതെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വീടിന് ഇത്ര രൂപ വെച്ച് എസ്റ്റിമേറ്റ് ഇട്ട് പണിയുമ്പോൾ നമുക്കറിയാം സാധനങ്ങളുടെ വില ഏറ്റക്കുറച്ചിലുണ്ടാവും, കയറി ഇറങ്ങി, പക്ഷെ കൂടുതൽ കയറുന്ന സാഹചര്യമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ കൊടുത്ത വാഗ്ദാനം പാലിക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ആദ്യം ചെയ്യേണ്ട നല്ല കാര്യം. അത് കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ വീടിനൊക്കെ ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് പണിതവർക്ക് എന്താ പറയാ ഒന്നും പറയേണ്ട കാര്യം വരത്തില്ല. അവര് വേണമെങ്കിൽ ചിലപ്പോൾ അത് തേച്ചും എനിക്ക് ശരിയാക്കി വിടും. പക്ഷെ ഇത് എല്ലാം കൂടെ സർക്കാരിന്റെ തലയിലേക്കാണ് ഈ കേസ് വരുന്നത്. കേസല്ല, ഈ ഒരു കുറ്റപ്പെടുത്തലുകൾ വരുന്നത്. ഇപ്പൊ തന്നെ കുറ്റപ്പെടുത്തലുകളാണ്. ഞാൻ പോലും പറയുന്നത് ഒരു കുറ്റപ്പെടുത്തലിന്റെ രീതിയാണ്. പക്ഷെ ഇത് ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കുമെന്നുള്ളത് അറിയാം. പക്ഷെ ഇങ്ങനെ വരാൻ പാടില്ല. നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഒരിക്കലും വരാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും സാധാരണപ്പെട്ട ഒരാള് സ്വന്തമായിട്ടൊരു വീട് പണിയുമ്പോൾ പോലും എന്താ നമ്മൾ നോക്കി നിന്ന് പണിയിക്കുക എന്നുള്ളതാണ്. നോക്കി നിന്ന് പണിയിച്ചില്ലെങ്കിൽ അതിൻ്റെ അകത്തും കുറെ ആൾക്കാർക്ക് തട്ടിപ്പ് പറ്റാറുണ്ട്, സാധാരണഗതിയിൽ പറ്റാറുണ്ട്. പല വീടുകൾ പണിതതിൻ്റെ അകത്തും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഉത്തരവാദിത്തത്തോടുകൂടി ഒരു വീട് പണിയാൻ ഏൽപ്പിക്കുമ്പോൾ കോൺട്രാക്ടർ ഒന്നെങ്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ ആരാണോ കൊടുത്ത ഓണർ അവരുടെ കൃത്യമായ മേൽനോട്ടം കൂടെ ഉണ്ടാകണം. ഇത് എന്തായാലും വളരെ എന്താ പറയാ സർക്കാർ കാര്യമായിട്ട് ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഫണ്ട് പിരിവ് നടത്തണം, ഇത്രയും പൈസ പിരിഞ്ഞു കിട്ടിയതാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വരുമ്പം അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യം ചെയ്തു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള ഇത് ചെയ്യുമ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടെ വരുമ്പം അതും ഒരു കുറ്റപ്പെടുത്തലായിട്ടാണ് വരുന്നത്. അപ്പം ഇത് എന്തായാലും റെക്ടിഫൈ ചെയ്ത് മെയ് 20 ഒരു ഡേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇനി ഡേറ്റ് കുറച്ച് മുന്നോട്ട് തള്ളിപ്പോയാലും എന്താ പറയാ തള്ളിപ്പോരുത്, പക്ഷെ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ മാറിയാലും എന്താ പറയാ നമ്മൾ പറയല്ലേ വേവോളം ക്ഷമിച്ചു ഇനി 6 കാക്കാം എന്ന് പറയത്തില്ലേ, ആ ഒരു രീതിയിൽ ഇരിക്കും. കാരണം കൺമുന്നിൽ വർക്ക് നടക്കുകയാണ്. ഇതിനിടയിൽ ഒരു ഇത് പറയുന്നുണ്ട്, വർക്കേഴ്സിന്റെ അഭാവമുണ്ട്, പണിയെടുക്കാൻ തൊഴിലാളികളില്ല എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് കൃത്യമായിട്ട് ഒരു ലീഡറിന്റെ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പോടുകൂടി ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ ആരെങ്കിലും കൃത്യമായ മേൽനോട്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒത്തുവരുമ്പോൾ നല്ലൊരു സ്വർഗം പോലത്തെ ഒരു സ്ഥലവും സ്വർഗം പോലത്തെ വീടുമുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള വിഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് നല്ലൊരു വീടും ഒരു അറ്റ്മോസ്ഫിയറും സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനസ്സിൽ ഒരു മരുഭൂമിയിൽ മഴ പെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം തന്നെയാണ്. കാരണം അത്രയും വിഷമിച്ചിരിക്കുന്ന ആളുകളാണ്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതിന് ചുട്ട മറുപടി കൊടുക്കണമല്ലോ. ഇനി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പുതിയതായിട്ട് തുടങ്ങിയ ഒരു മെഡിക്കൽ കോളേജ് എന്താ പറയാ അവിടുത്തെ ICUവിന്റെ ഒരു പ്രവർത്തനം, തുണി ഇട്ട് മറയ്ക്കുന്ന പരിപാടി എന്താണ് ഈ കാണുന്നത്? നമ്മുടെ ആരോഗ്യ മേഖലയിലെ ICU കിടക്കുന്ന പേഷ്യൻസിന് എന്താ പറയാ കൃത്യമായിട്ടുള്ള അവർക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ പക്ക ആയിരിക്കണം. ഒരു ICU എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നല്ല കെയർഫുൾ ആയിട്ട് വേണം പണിയാൻ. പക്ഷെ എന്തായി കാണിച്ചു വെച്ചേക്കുന്നത് അത് ഇതൊന്ന് കേട്ടു നോക്കാം. തീപിടുത്തമുണ്ടായി 1 മാസം പിന്നിട്ടും പ്രവർത്തന സജ്ജമാകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ട്രോമ ICU വിഭാഗങ്ങൾ തുണി കെട്ടിമറച്ചാണ് താൽക്കാലിക ICU വാർഡ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്.
നമ്പർ 1 ആരോഗ്യ കേരള മോഡലൊക്കെ നമ്മൾ പലതവണ വാഴ്ത്തിപ്പാടിയതാണ്. പക്ഷേ പലയിടത്തും പല പ്രതിസന്ധികൾ. ഇന്നലെ നമ്മൾ കണ്ടതാണ് പാറശാല താലൂക്ക് ആശുപത്രിയിൽ ലക്ഷങ്ങൾ മുടക്കിയ ഒരു കെട്ടിടത്തിൽ ചികിത്സ നിഷേധിച്ച ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാർച്ച് 17-ാം തീയതിയാണ് തീപിടുത്തമുണ്ടായത്. ICU വാർഡിലായിരുന്നു തീപിടുത്തമുണ്ടായത്. അതിനെ തുടർന്ന് ഏതാണ്ട് 32 ബെഡുകൾ ICU വെന്റിലേറ്റർ ബെഡുകൾ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സർജിക്കൽ ട്രോമ ICUകളിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വകുപ്പ് മേധാവി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽക്കും ഇതിനോടകം തന്നെ കത്തയച്ചിട്ടുണ്ട്. ICU വെന്റിലേറ്റർ ബെഡുകൾക്കാണ് ക്ഷാമമുള്ളത്. താൽക്കാലിക ICU വാർഡ് പ്രവർത്തിക്കുന്നത് മുണ്ട് കെട്ടിമറിച്ച ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ 2 രോഗികൾ കിടക്കുന്നതിന് നടുവിലൊക്കെയായി ഈ മുണ്ട് കെട്ടി മറച്ചാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. പക്ഷെ കേരളം നമ്പർ 1 എന്നാണ് എപ്പോഴും പറയപ്പെടുന്നത്. നമ്പർ 1 ആണെങ്കിൽ എല്ലാം പക്കയായിട്ട് വരണം. നമ്മുടെ ആരോഗ്യ മേഖലയിൽ എല്ലായിടത്തും നന്നായിട്ട് പോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്രയോ നന്നായിരുന്നു. കാരണം ഇത് ഒരു ICU ആണ്, ഒരു ആശുപത്രിയുടെ ICU എന്ന് പറയുമ്പോൾ അത്രയ്ക്കും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അവിടെ തുണി കെട്ടി മറയ്ക്കുക എന്ന് പറയുമ്പം ഓരോ പേഷ്യൻസിനും വ്യത്യസ്തമായ അസുഖങ്ങളായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ശ്വസനത്തിൽ കൂടെയും അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൽ കൂടെയൊക്കെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വരാനായിട്ട് ഉള്ള സാധ്യതയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര, അതും കൃത്യമായിട്ട് ആൾക്കാരത് വീഡിയോ എടുത്ത് ഇട്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇതൊക്കെ മാറ്റണ്ടേ. എന്തായാലും ഇതൊക്കെ ആരോഗ്യമന്ത്രിയും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ തുണിയിട്ട് മറച്ചൊന്നുമുള്ള ഒരു ICU അല്ല പ്രവർത്തിപ്പിക്കേണ്ടത്. നമ്മൾ നമ്പർ 1 എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ 1 ആണെന്നുള്ളത് തെളിയിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോരാ. അപ്പം ഓരോ തവണകളും എന്താ പറയുന്നത്, ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. പഴക്കം ചെന്ന കെട്ടിടം, അല്ലെങ്കിൽ സർജറി ചെയ്യാനുള്ള സാധന സാമഗ്രികളിലില്ല, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അഭാവം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിഹരിച്ചു വരണ്ടേ. അങ്ങനെയാകുമ്പോഴല്ലേ നമ്മൾ ശരിക്കും നമ്പർ 1 ആകത്തുള്ളൂ. എന്തായാലും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇങ്ങനെയുള്ള കുറെ പോരായ്മകൾ ഇപ്പം വാർത്തയിൽ കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിച്ചു പോകുമ്പോഴല്ലേ എല്ലാം പക്കയായിട്ട് വരുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഹരിച്ചു പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സർക്കാരിന്റെ ഒരു ദൗത്യം. ശരി, ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആര് വേണമെങ്കിലും കയറാം. LDF ഇപ്പൊ ഭരിക്കുന്ന LDF ആണ്. ഇനി UDF ആയിരിക്കാം ഭരിക്കാൻ പോകുന്നത്, അല്ല LDF തന്നെ ആയിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടി പൊട്ടുമ്പോൾ മാത്രമേ റിസൾട്ട് അറിയാൻ പറ്റുകയുള്ളൂ. എങ്കിലും ഉള്ള കാലം ഭരിക്കുമ്പോൾ വൃത്തിക്ക് ചെയ്യുക കാര്യങ്ങൾ. എന്താ പറയാ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് തീർത്ത് പോവുക. അപ്പം കുറച്ച് കാലതാമസം വന്നാലും തീരേണ്ട കാര്യങ്ങൾ തീർത്ത് പോവുകയാണെങ്കിൽ, കൃത്യമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ട് എന്ന് ആൾക്കാർ പറയും. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. എല്ലാം ശരിയാകുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഉണ്ടാകട്ടെ.